നമസ്കാരം. നമ്മളിപ്പോ പലസ്തീൻ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകളൊക്കെ കാണാറുണ്ടല്ലോ. നിരപരാധികൾ ഒരുപാട് ഉം, ദുരിതങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് വലിയ വിഷമം തോന്നും, ദേഷ്യം വരും, അല്ലേ? അതെ അതെ, അത് വളരെ സ്വാഭാവികമാണ്. ആർക്കായാലും അങ്ങനെ തോന്നും. എന്നാൽ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കാണണം, എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ഖുർആൻ ഒരു പ്രത്യേക കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യപ്രകാരം കിട്ടിയ വിവരങ്ങൾ വെച്ച് ഈ ഒരു ഖുറാനിക സമീപനം നമ്മുടെ ചിന്തകളെ, ഒരുപക്ഷെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. ഈ കഷ്ടപ്പാടുകളും അനീതിയുമൊക്കെ കാണുമ്പോൾ സാധാരണ മനുഷ്യൻ പ്രതികരിക്കുന്നതിനപ്പുറം ഒരു ഒരു ആത്മീയമായ തലം ഖുറാൻ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ആത്മീയമായ തലം എന്ന് പറയുമ്പോൾ? ഉം. സൂറ അൽ ബക്കറയിലെ ഒരായത്തുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത്, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ്. ഇതാണ് ശരിക്കും ആ കാതൽ. ഓക്കെ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ എങ്ങനെ മാറ്റുന്നു, അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ ഇടതു വലതു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഇതിനെ എങ്ങനെ ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാമെന്നും നമുക്ക് സംസാരിക്കാം. ഇതൊരു ശാസ്ത്രീയ വിശകലനം എന്നതിനേക്കാൾ ഒരു ആശയപരമായ താരതമ്യം മാത്രമാണ് കേട്ടോ. മനസ്സിലായി. അപ്പോ സാധാരണ നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ തലച്ചോറിന്റെ ഇടതുഭാഗം, ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നൊക്കെ പറയില്ലേ, അതാണോ ആദ്യം പ്രതികരിക്കുന്നത്? അതെ, സാധാരണഗതിയിൽ അങ്ങനെയാണ്. കാരണം ഇടതുഭാഗം കൂടുതലും ശ്രദ്ധിക്കുന്നത് കാര്യകാരണങ്ങൾ, യുക്തി, വസ്തുതകൾ എന്നിവയിലാണ്. ആ, ലോജിക് അല്ലേ? അതെ, ലോജിക്. ഇതാരാണ് ചെയ്തത്, ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, അവർ മോശം, നമ്മൾ നല്ലവർ, ഇങ്ങനെയുള്ള ചിന്തകൾ വരും. ശരിയാണ്. ഒരു കുറ്റവാളിയെ കണ്ടെത്താനുള്ള ശ്രമം. പക്ഷേ 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 ഇത് നമ്മളെ ചിലപ്പോൾ ദേഷ്യത്തിലും കുറ്റപ്പെടുത്തലിലും മാത്രം തളച്ചിടാൻ സാധ്യതയുണ്ട്. ഒരു പരിമിതമായ പ്രതികരണമായി മാറുമത്. ഓക്കെ. അപ്പോ ഖുർആൻ പറയുന്ന ആ പ്രതികരണം അതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? അത് വലതുഭാഗവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അവിടെയാണ് പ്രധാന വ്യത്യാസം. നേരത്തെ പറഞ്ഞ ആ വാക്യം ഓർമ്മയില്ലേ, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നത്? ഉം, ആ ചിന്ത വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ പെട്ടെന്നുള്ള ആ ദേഷ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നോ മാറി ദൈവവുമായുള്ള നമ്മുടെ ആ അടിസ്ഥാന ബന്ധത്തിലേക്ക് തിരിയും. ഓഹോ. ഇത് തലച്ചോറിന്റെ വലതുഭാഗത്തിന്റെ പ്രവർത്തനത്തോട് സാമ്യമുള്ളതൊന്നായിട്ട് നമുക്ക് കാണാം. വലതുഭാഗം കുറച്ചുകൂടി വലിയ ചിത്രം കാണാനും വികാരങ്ങളെ സമഗ്രമായി മനസ്സിലാക്കാനും ഒരു ആത്മീയമായ ഉൾക്കാഴ്ചയോടെ പ്രതികരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോ ഈ ഖുറാനിക സമീപനം ദേഷ്യത്തെയും വേദനയെയും ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്, അതോ? ഒരിക്കലുമല്ല. വികാരങ്ങളെ ഇല്ലാതാക്കുകയല്ല, വേദനയും ദുഃഖവുമൊക്കെ അനുഭവിക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൽ മാത്രം കുടുങ്ങിപ്പോകാതെ ആ ദുരിതത്തെ ഒരു വലിയ ദൈവീക പദ്ധതിയുടെ ഭാഗമായി കാണാൻ ഇത് സഹായിക്കുന്നു. അതായത് താൽക്കാലികമായ ആ ദേഷ്യത്തിനപ്പുറം ക്ഷമ, വിശ്വാസം, പിന്നെ ഒരർത്ഥം കണ്ടെത്താനുള്ള ശ്രമം, ഇതിലേക്കൊക്കെ മനസ്സിനെ കൊണ്ടുവരാൻ ഇത് പ്രേരിപ്പിക്കും. ആ വേദനയെ ഒരു ലക്ഷ്യബോധത്തോടെ സമീപിക്കാൻ പഠിപ്പിക്കും. അപ്പോ ഇത് അന്യായമാണ് എന്ന ആ ഒരു സ്വാഭാവിക ചിന്തയിൽ നിന്ന് ഈ ലോകം ഒരു പരീക്ഷണമാണ്, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്നൊരു ചിന്തയിലേക്ക് മാറുന്നു, അല്ലേ? കൃത്യമായി. ആ ഒരു മാറ്റം ഇടതു മസ്തിഷ്കത്തിന്റെ ആ ഒരു പ്രതികാര ചിന്തയിൽ നിന്ന് വലതു മസ്തിഷ്കത്തിന്റെ അല്ലെങ്കിൽ ഖുറാനികമായ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക്. ഖുറാനിലെ അടുത്ത വചനത്തിൽ, അതായത് 2:1-5-7 ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും മാർഗദർശനവും ഉണ്ടാകുമെന്നും പറയുന്നുണ്ടല്ലോ. അതെ അതെ, അതാണതിന്റെ പ്രാധാന്യം. വെറും വൈകാരികമായി പ്രതികരിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ, മടക്കയാത്രയെക്കുറിച്ചുള്ള ഓർമ്മയോടെ കാര്യങ്ങളെ അതിന്റെ ദൈവികമായ അർത്ഥതലങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ അവർ ശരിയായ വഴിയിലാണെന്നും അവർക്ക് സമാധാനവും അനുഗ്രഹവും ലഭിക്കുമെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ ഭയങ്കരമായ അനീതി നടക്കുന്നു, പക്ഷെ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇടതു മസ്തിഷ്കം ചോദിക്കും, എന്താ ദൈവം ഒന്നും ചെയ്യാത്തതെന്ന്. ശരിയാണ്, അങ്ങനൊരു ചോദ്യം വരാം. പക്ഷേ ഖുറാനിക കാഴ്ചപ്പാട് സൂറത്ത് ഇബ്രാഹിമിലെ 42-ാം വചനം ഓർമ്മിപ്പിക്കും. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. അവൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ദീർഘവീക്ഷണം നൽകുന്നു. അതെ, ഒരു വലിയ കാഴ്ചപ്പാട്. ഈയൊരു ചിന്ത നമ്മളെ കൂടുതൽ സമചിത്തതയോടെ, ഒരു ആത്മീയബോധത്തോടെ കാര്യങ്ങളെ കാണാൻ സഹായിക്കും. പെട്ടെന്നുള്ള ആ ഒരു നിരാശയിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാധാരണ പ്രതികരണം
നമ്മളെ ചിലപ്പോ ദേഷ്യത്തിലും നിരാശയിലുമൊക്കെ കൊണ്ടെത്തിച്ചേക്കാം. എന്നാൽ ഈ ഖുറാനിക സമീപനം കൂടുതൽ അർത്ഥവത്തായ, കൂടുതൽ ശാന്തമായ ഒരു മാനസികാവസ്ഥ നൽകുന്നു. വളരെ ശരിയാണ്. കൃത്യമാണത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യം പറയാം. എന്താണ്? ഈ വലിയ ദുരന്തങ്ങളോടും അനീതികളോടുമുള്ള ഈ ഒരു ഖുറാനിക പ്രതികരണ രീതി, അതായത് വലതു മസ്തിഷ്കത്തിന്റെ സഹായത്തോടെയുള്ള ഈ ആത്മീയ സമീപനം, ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. ചെറിയ നിരാശകൾ, എന്തെങ്കിലും നഷ്ടങ്ങൾ, തിരിച്ചടികൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് പ്രയോഗിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ, നമ്മുടെ ആ പതിവ് പ്രതികരണങ്ങളെ, ആ ഇടത് മസ്തിഷ്കത്തിന്റെ ഒരു രീതിയെ, അത് എത്രത്തോളം മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് ചിന്തിച്ചു നോക്കൂ.